ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 ജില്ലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 ജില്ലകളിലെ കുറേശ്ശെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പത്തനംതിട്ട, എറണാകുളം, പിന്നെ ആലപ്പുഴ. ഞാനിപ്പം പോകുന്നത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബാക്കിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നേരെ പത്തനംതിട്ട വന്നു കേട്ടോ. പത്തനംതിട്ട വന്നപ്പോഴാണെങ്കിൽ ഡയറക്റ്റ് എറണാകുളം ബസ്സും കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ ബുക്ക് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേങ്കിൽ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നപ്പോൾ എറണാകുളം ബസ്സൊന്നും ഇല്ല. അങ്ങനെ നേരെ തിരുവല്ല ബസ്സിന് കയറി. തിരുവല്ല വന്നിറങ്ങിയപ്പോൾ തന്നെ ദാണ്ട് കിടക്കുന്ന എറണാകുളം ബസ്, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് നേരെ ചങ്ങനാശ്ശേരി ആലപ്പുഴ വഴി നീണ്ട് പോകുന്ന ഒരു കാഴ്ചയാണിപ്പം നിങ്ങൾ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഇനി ഏത് വാഹനത്തിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കായലും തെങ്ങുംതോപ്പും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറി നോർമലി ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷേ ആലപ്പുഴ ആ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ആലപ്പുഴ കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തന്നെ ഇങ്ങനെ ആലപ്പുഴ കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇപ്പം തന്നെ നമ്മൾ ഏകദേശം എറണാകുളമൊക്കെ അടുക്കാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന പാലം എന്ന് പറയുന്നത് എനിക്ക് അരൂർ പാലമാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അരൂർ പാലമാണെന്ന് തോന്നുന്നു. അഥവാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേരെ. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. പാലം മാത്രമല്ല, ആ വരുന്ന വഴിക്ക് കുറച്ച് തെങ്ങുംതോപ്പും അതുപോലെ തന്നെ കുറച്ച് കാടും അതിൻ്റെ തൊട്ടടുത്ത് കായൽ, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് നമുക്ക് ഈ ഒരു ഏരിയ വരുമ്പോൾ കാണാനൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് ഞങ്ങളുടെ തണ്ണിത്തോട്ടിൽ നിന്ന് എറണാകുളം വരെ ഏകദേശം ബസ്സിന് വരുവാണെങ്കിൽ ഒരു 5 മണിക്കൂർ എങ്ങനെയായാലും എടുക്കും. അങ്ങനെ എന്തായാലും യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് റൂം എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഹോസ്പിറ്റലിന് വെളിയിലും ഉണ്ട്. ഞങ്ങളെപ്പം വന്നാലും ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയാണ് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇന്ന് ഞങ്ങൾ സൺഡേ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടി. നോർമലി നമ്മളല്ലാത്ത വർക്കിംഗ് ഡേയ്സിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ. നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് റൂമോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ റൂമൊക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അതാ നേരത്തെ നമ്മൾ വീഡിയോക്കകത്ത് കണ്ടേ. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഇവിടെ അടുത്തൊരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ എൻ്റെ ഡ്രോണും കൊണ്ടൊക്കെയാണ് വന്നത്. എന്തായാലും എറണാകുളം വരെ പോകല്ലേ, അപ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഡ്രോണൊക്കെ പറത്താവുന്നൊക്കെ രീതിയിലൊക്കെയാണ് വന്നത്. എന്തായാലും ഇവിടെ വന്ന് അത്യാവശ്യം നെറ്റിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു കടമക്കുടി എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഐലൻഡാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ അടിച്ച് നോക്കിയപ്പോൾ കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ബ്ലഡൊക്കെ കൊടുത്തേക്കാണ്. അപ്പോൾ റിസൾട്ട് കിട്ടാനെ കൊണ്ട് കുറച്ച് സമയം എടുക്കും. എന്നാൽ പിന്നെ അതുവരെ റൂമിൽ ഇരിക്കേണ്ട, എന്നാൽ പിന്നെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വന്നതാണ്. വന്ന വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേനും റിസൾട്ടൊക്കെ റെഡിയാവും. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഒരു പ്ലാനിങ് ആണ്. അങ്ങനെ അതേണ്ട നമ്മളിപ്പോൾ കടമക്കുടി എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസ്. നമ്മൾ ആലപ്പുഴയിൽ എങ്ങനെയാണോ, നമ്മൾ ആലപ്പുഴ ചെല്ലുമ്പോൾ എങ്ങനെയാണോ കാണുന്നത്, അതേപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെയും. നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കായലും എല്ലാം കൊണ്ട് പൊളിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡ്രോണും കൊണ്ട് എടുത്തൊരു വിഷ്വൽസാണ് നമ്മളിപ്പം കാണുന്നത്. എന്ത് രസമാണെന്നറിയോ, നോക്കി എന്ത് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനു മുമ്പ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം ഒന്ന്. നമ്മൾ ഐലൻഡിൽ വന്നിട്ട് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പം അത്ര വലിയ മനോഹാരിത നമുക്ക് കാണത്തില്ല. മനോഹാരിത ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മളെന്തായാലും ഡ്രോൺ വിഷ്വൽസ് കാണുന്നതിൻ്റെ അത്രയും ഒരു സുഖം നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഡ്രോൺ വിഷ്വൽസ് കാണുമ്പോഴാണ് കടമക്കുടിയിലെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് കടമക്കുടിയെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാൽ, എന്തായാലും കേരളത്തിൻ്റെ മനോഹരമായ കായൽ കാഴ്ചകളും പച്ചപ്പും ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന മനോഹരമായ സ്ഥലമാണ് കടമക്കുടി. എറണാകുളം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചകലെ എത്തിയാൽ തന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിയതുപോലെയുള്ള ഒരു ഫീലിങ്സാണ് കടമക്കുടിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുക. കായലാൽ ചുറ്റപ്പെട്ട നിരവധി ചെറിയ ദ്വീപുകളും പച്ചപ്പാർന്ന വയലുകളും തെങ്ങിൻതോപ്പുകളും നാടൻ വീടുകളും കായലിലൂടെ സഞ്ചരിക്കുന്ന വള്ളങ്ങളും കടമക്കുടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു യാത്രാ കേന്ദ്രം കൂടിയാണ് കടമക്കുടി. റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പച്ചപ്പും കായലിൻ്റെ വിശാലമായ കാഴ്ചയും ഗ്രാമീണ ജീവിതത്തിൻ്റെ ലളിതമായ കാഴ്ചകളും കടമക്കുടിയെ കൂടുതൽ സുന്ദരമാക്കുന്നു.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൻ്റെ കായൽ സൗന്ദര്യം തന്നെയാണ്. കായലിൻ്റെ വെള്ളത്തിൽ ആകാശത്തിൻ്റെ പ്രതിഫലനം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. രാവിലെയും വൈകുന്നേരവും കടമക്കുടിയുടെ ഭംഗി മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്ന സൂര്യാസ്തമയ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ആകാശത്തിൻ്റെ നിറങ്ങൾ മാറുന്നതിനൊപ്പം കായലിലെ വെള്ളത്തിലും ആ നിറങ്ങൾ പ്രതിഫലിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രകൃതിയുടെ ഈ മനോഹാരിത നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് ലഭിക്കുക. കടമക്കുടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഗ്രാമീണ ജീവിതം. കായലിനെയും കൃഷിയെയും ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതവും ശാന്തവുമായ ജീവിത രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കായലിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും കടമക്കുടിയുടെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗത ഗ്രാമീണ ജീവിതത്തിൻ്റെ മനോഹരമായ ചില കാഴ്ചകൾ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. കായൽ സൗന്ദര്യം, വള്ളങ്ങൾ, പാടങ്ങൾ, തെങ്ങുകൾ, പക്ഷികൾ, ഗ്രാമീണ വഴികൾ, സൂര്യാസ്തമയം തുടങ്ങി നിരവധി കാഴ്ചകൾ നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഇപ്പോൾ കടമക്കുടിയിലോട്ട് വന്നത്. നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ എത്രയോ മനോഹരമാണ് നമ്മൾ നേരിട്ട് കടമക്കുടിയിലെ സൗന്ദര്യം ആസ്വദിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി കടമക്കുടിയിലോട്ട് വരണം എന്ന ഒരു തീരുമാനം മനസ്സിലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോഴത്തേക്കിന് റിസൾട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു, പിന്നെ മെഡിസിനൊക്കെ മേടിച്ചു. അങ്ങനെ നേരെ റൂമിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ പത്തനംതിട്ടയിലോട്ട് പോകുന്ന ഒരു തയ്യാറെടുപ്പുകളൊക്കെയാണ്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അവിടുന്ന് നേരെ ഞങ്ങൾക്കൊപ്പം കോന്നി ടു പത്തനംതിട്ട ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു, വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ കയറി വൈറ്റിലേക്ക് എത്തി. വൈറ്റിലേക്ക് ഒരു 5 മിനിറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വീണ്ടും നീണ്ട് തിരിച്ച് ആലപ്പുഴയിലോട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ആലപ്പുഴയുടെ മനോഹാരിത, നെൽപ്പാടങ്ങളും കായലും ഒക്കെ കണ്ടുകൊണ്ട് വീണ്ടും തിരിച്ചൊരു യാത്ര. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ടൈമിലായിരുന്നെങ്കിൽ റോഡിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നോർമൽ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ കണ്ട് ബസ്സിൻ്റെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പോകാനൊക്കെ ഉണ്ട്. പണ്ട് കൊച്ചിലേക്ക് ഇതുപോലെ ആഗ്രഹമൊക്കെ ആയിരുന്നു, എവിടെയൊക്കെ പോകുമ്പോൾ സൈഡ് സീറ്റൊക്കെ ഇരുന്ന് പോകാനൊക്കെ ഉണ്ട്. ആ ആഗ്രഹം ഇപ്പോഴും എനിക്കുണ്ട്. ഞാനിപ്പോൾ എവിടെ പോയാലും സൈഡ് സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇരുന്ന് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നത് നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലൊന്നും അല്ലല്ലോ. ഇപ്പം നമുക്ക് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് ഇപ്പം KSRTC ഡ്രൈവറിനോട് പറയാൻ പറ്റും, വണ്ടി ഒന്ന് സ്ലോയിൽ പോകണം ചേട്ടാ, ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടാകുന്നത്. അത് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ വണ്ടി പോകുന്ന രീതിക്ക് തന്നെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ആലപ്പുഴയിലുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതും കണ്ടും കേട്ടൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇപ്പം പത്തനംതിട്ടയാണെങ്കിലും ഇപ്പം അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ എല്ലായിടത്തും ഒന്നും നെല്ലോ വയലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്കും ഇതൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ എറണാകുളം പോകുമ്പോഴോ അല്ലെങ്കിൽ കോട്ടയത്ത് പോകുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പത്തനംതിട്ട വന്നെന്നറിഞ്ഞില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം പത്തനംതിട്ട അടുക്കാറായിട്ടുണ്ടെന്നല്ല, പത്തനംതിട്ട എത്തി. ഞങ്ങളുടെ സ്വന്തം മനോഹരം, സുന്ദരം, ശാന്തം, സമാധാനം ആയ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം പത്തനംതിട്ട KSRTC സ്റ്റാൻഡ്. ഞങ്ങളുടെ സ്വന്തമല്ല, നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരുടെ സ്വന്തം KSRTC സ്റ്റാൻഡ്. ഞങ്ങൾ എറണാകുളത്തു നിന്ന് കയറിയത് ഏകദേശം 2 മണിക്കാണ് കയറിയത്. വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് 6:30 ആയപ്പോഴത്തേന് ഞങ്ങൾ പത്തനംതിട്ട എത്തി. ഇനി പത്തനംതിട്ട ഒരു 2-3 മിനിറ്റ് സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കോന്നിയിലോട്ട്. അത് ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് കോന്നി ബസ് ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു ബസ്സിനാണ് ഞങ്ങൾ കയറിയത്. ഞാൻ പത്തനംതിട്ട എന്ന് നേരത്തെ പറഞ്ഞത്. അന്നേരം ഇപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഇനി നേരെ കോന്നിയിലോട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പം നമ്മുടെ സ്വന്തം KSRTC ബസ്സിലാണ്. എന്തായാലും ബസ്സിൻ്റെ അകമൊക്കെ കണ്ടില്ല, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പത്തനംതിട്ടയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യ സമയത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ക്ഷേത്രമുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഇടത്ത് കയറിയിട്ട് വേണം പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലോട്ട് വരാനൊക്കെ ഉണ്ട്. മറ്റേ അപ്പുറത്തുനിന്ന് വരാൻ പറ്റും, പക്ഷേ അതുവഴി റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ട്. പൊതുവേ ബസ് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. നമുക്ക് ബൈക്കിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതുവഴി പോകാൻ പാടാണ്, അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി അടിച്ചാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ 2-3 തിയേറ്ററൊക്കെ ഉള്ളത് കേട്ടോ. പണ്ടത്തെ അനുരാഗ, ഐശ്വര്യ എന്നൊക്കെ പറയും. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം പിന്നെ ധന്യ, രമ്യ, അങ്ങനെ വേറെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഐശ്വര്യ, പിന്നെ വേറെ 2-3 തിയേറ്ററുകളുണ്ട് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് അബാൻ ജംഗ്ഷൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരു അലങ്കാർ ഹൈപ്പർ മാർക്കറ്റാണ്.
അതിൻ്റെ തൊട്ട് അങ്ങേപ്പുറത്തായിട്ടാണ് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ പത്തനംതിട്ടയുടെ ശില്പി അല്ലെങ്കിൽ കെ നായർ സാറിൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സന്ധ്യ സമയത്തൊക്കെ വന്നിരിക്കാനൊക്കെ രസമാണ് കേട്ടോ, പൊളിയാണ്. എന്നാൽ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് റോഡൊക്കെ മോശമായിട്ട് കിടക്കുകയാണ്. കാരണം ഇതുവഴിയാണ് ഫ്ലൈ ഓവറിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ തീരാറായെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം വർഷങ്ങളായ പണിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പം ഇതാണ് അബാൻ, പണ്ടത്തെ ഇവിടുത്തെ മെയിൻ ഒരു സിറ്റി ആയിരുന്നു അബാൻ ടവർ അല്ലെങ്കിൽ അബാൻ ജംഗ്ഷൻ എന്നൊക്കെ ഞങ്ങൾ പറയും. ഇനിയിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് റോഡൊക്കെ ഒന്ന് ക്ലിയറായി സെറ്റ് ആവത്തുള്ളൂ. അങ്ങനെ പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തന്നെ കോന്നി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോന്നി വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനുള്ള ബസ്സൊക്കെ ഉണ്ടായിരുന്നു, തണ്ണിത്തൊട്ടിലോട്ട് പോകാനുള്ള. അങ്ങനെ ആ ബസ്സിലൊക്കെ കയറി ഇനി നമ്മൾ ഫുള്ള് കാട്ടിക്കൂട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. രാത്രി ഇതുവരെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ചില സമയത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആനയൊക്കെ കാണും കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ആനയൊന്നും കണ്ടൊന്നുമില്ല. അന്നേരം ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങിയില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അന്നേരം കൂട്ടാൻ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുന്ന പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.